നമസ്കാരം. കോതമംഗലം താലൂക്കിലെ ഏറ്റവും വലിയ മസ്ജിദ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനും ഇതിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്ത അടിവാട് ടൗൺ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനുമോദിച്ചു. അടിവാട് ടൗണിന്റെ ഹൃദയഭാഗത്ത് 2 നിലകളിലായാണ് മസ്ജിദ് പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മസ്ജിദ് ജാതി മത സ്ത്രീ പുരുഷ ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും അകത്ത് കയറി കാണുന്നതിന് മസ്ജിദ് പരിപാലന കമ്മിറ്റി സൗകര്യം ഒരുക്കിയിരുന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, കോതമംഗലം MLA ആന്റണി ജോൺ തുടങ്ങിയ ജനപ്രതിനിധികൾ, വിവിധ മത നേതാക്കൾ, പുരോഹിതർ തുടങ്ങിയവർ ഉൾപ്പെടെ ജാതിമത ഭേദമില്ലാതെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് മസ്ജിദ് അകത്ത് കയറി കാണുന്നതിന് എത്തിയിരുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് മസ്ജിദ് പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തത്. മസ്ജിദ് ഉദ്ഘാടനത്തിനെത്തിയ വിവിധ മതക്കാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. താലൂക്കിലെ ആധുനിക രീതിയിൽ ഏറ്റവും വലിയ പള്ളി സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനും മതസൗഹാർദ്ദ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയതിനുമാണ് മസ്ജിദ് പരിപാലന കമ്മിറ്റിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ഉപഹാരം നൽകി അനുമോദിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ, സെക്രട്ടറി ഷെറു MA, ട്രഷറർ ജോസ് കണ്ടോത്ത് എന്നിവർ ചേർന്നാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. വ്യാപാരി വ്യവസായി യൂണിറ്റ് ഭാരവാഹികളായ CH സിദ്ദിഖ്, ഷാ പഴമ്പിള്ളി, ഷംജൽ PM, ഉമ്മർ കുഞ്ചാട്ട്, മീമി കവല, ഉബൈസ് മുക്കട, ഇബ്രാഹിം കൊടുത്താപ്പള്ളി, ജമാഅത്ത് ചീഫ് ഇമാം ജാബിർ ബാഖവി, മസ്ജിദ് പരിപാലന കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് CH മുഹമ്മദ്, സെക്രട്ടറി അബ്ദുള്ള തുരുത്തേൽ, AP മുഹമ്മദ്, ഇംഫാൽ CMTS സെയ്തു തുടങ്ങിയവർ പങ്കെടുത്തു. ഇതുവഴിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ഈ നാട്ടുകാർക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മസ്ജിദാണ് അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദ്. ഇത് 2 വർഷക്കാലമായി ഇതിൻ്റെ പരിപാലന കമ്മിറ്റി നാട്ടിലെ ജനങ്ങളെയും മറ്റാളുകളെയും വ്യാപാരികളെയും എല്ലാം കണ്ട് ഇതിന് നല്ലൊരു ഫണ്ട് സ്വരൂപിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ അതിന് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ 22-ാം തീയതി ഈ നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഭാരവാഹികൾ ആളുകൾക്കാകുന്ന ആളുകൾ 90% വ്യാപാരികളും ഈ മസ്ജിദിൽ ഓരോ വക്കത്തിൽ നിന്ന് താമസിച്ച് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന